മാരാരി ബീച്ചാണിത്. വളരെ കാമായിട്ടുള്ള ഒരു ബീച്ചാണ് ഈ മാരാരി. അതായത് സ്വിം ചെയ്യാനൊക്കെ ഒത്തിരി പോസിബിലിറ്റീസ് ഉള്ള സ്ഥലമാണ്. കേരളത്തിലെ പല സ്ഥലത്തും നമുക്ക് ബീച്ചുണ്ട്. പക്ഷേ ഇത്രയും ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു ബീച്ച് എനിക്ക് തോന്നുന്നു ആലപ്പിയിൽ ഈ മാരാരി ബീച്ച് മാത്രമായിരിക്കും. കാരണം ഏത് സമയത്ത് ഇപ്പോൾ നട്ടുച്ചയ്ക്കൊക്കെ വന്നാലും തന്നെ ഇവിടുത്തെ തെങ്ങിൻ തോപ്പുകൾ ഉള്ളത് കാരണം തന്നെ നല്ല ഷെയ്ഡഡ് ആണ്, അല്ലെങ്കിൽ നല്ല തണുപ്പാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. മാരാരിക്കുളത്ത് വന്നപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ട ഒരു സാധനമാണ്. ഇതിൻ്റെ പേര് പൊന്തെന്നാണ്. ഇതിവിടെ മീൻ പിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇവിടെയുള്ള ബാക്ക് വാട്ടേഴ്സും അതേപോലെ തന്നെ ഹൗസ് ബോട്ടും ഇവിടുത്തെ ബീച്ചും ഒക്കെയാണ്. ഇവിടെ നമുക്ക് പല തരത്തിലുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് ഈ മാരാരി ബീച്ചിൽ. മാരാരിയിൽ തന്നെയുള്ള ദർ ഇസ് എ പ്രോപ്പർട്ടി കോൾഡ് പാലത്ര ഹെറിറ്റേജ് ആൻഡ് ഇറ്റ് ഈസ് ലെസ് ദാൻ 10 minutes ഡ്രൈവ് ഫ്രം ദിസ് ബ്യൂട്ടിഫുൾ ബീച്ച്. മാരാരി പാലത്ര ഹെറിറ്റേജിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബൊട്ടീക് പ്രോപ്പർട്ടി. 6 കോട്ടേജസ് ആണുള്ളത്. ഈ കോട്ടേജസിന്റെ പേര് തന്നെ വളരെ വ്യത്യസ്തമാണ്. ചന്ദനം, ഈട്ടി, തേക്ക് എന്നിങ്ങനെയാണ് പേരുകളെല്ലാം തന്നെ. ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് 100% വുഡ് വെച്ചിട്ടാണ്. ഏകദേശം 100-120 വർഷം പഴയ ഇല്ലങ്ങളൊക്കെ കൊണ്ടാണ് ഇവിടെ അതേപോലെ തന്നെ ഇവിടെ റിസ്റ്റോർ ചെയ്തിരിക്കുന്നത്. പഴയ നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ഹെറിറ്റേജ് പ്രോപ്പർട്ടീസിലേക്കൊക്കെ എത്തിച്ചേരേണ്ട ഒരു അവസ്ഥയാണ്. ദർ ഇസ് എൻ ഐലൻഡ് കോൾഡ് പാതിരാമണൽ ഇൻ ആലപ്പി. അത് ഇവിടുന്ന് ഏകദേശം ഒരു 10 minute ഡ്രൈവേ ഉള്ളൂ ആ ഒരു പാതിരാമണൽ എന്ന് പറഞ്ഞ ഐലൻഡിലേക്ക് എത്താനായിട്ട്. ഇപ്പം നമുക്ക് ബേർഡ് വാച്ചിങ്, അതല്ല ബട്ടർഫ്ലൈ വാച്ചിങ്, ഇതിനൊക്കെ നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്പെൻഡ് hours and hours there. കാര്യം അത്രയ്ക്ക് റിച്ചാണ് അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി.